തങ്ക ഞാൻ ഇറങ്ങുവാണേ. ഞാൻ ഇറങ്ങുവാ. അയ്യോ നില്ല. കണ്ണാടി എടുക്കാതെ പോണേ. എടി എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഇത് നമ്മളെ രാഷ്ട്രീയ കുപ്പായൊക്കെ അണിഞ്ഞു നടന്നപ്പോൾ ഒരു ഗമയ്ക്ക് വേണ്ടി വെച്ചതല്ലേ. ഇനിയിപ്പോൾ അതൊക്കെ ഓർമ്മയായിട്ട് അവിടെ ഇരിക്കട്ടെ. ആ പിന്നെ ദേവരാജന് ഇനിയിപ്പോൾ 2000 രൂപ കൂടെ നമ്മൾ കൊടുക്കാനുണ്ട്. അതും കൂടി കൊടുത്തു കഴിയുമ്പോൾ ദേവരാജൻ്റെ കടം അങ്ങ് തീരും. ഒരു ചെക്ക് ദേവരാജൻ മടക്കി തരും. അത് മേടിച്ചു വെച്ചോണം. എന്ത് ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പോൾ എന്തോ ജീവിതത്തിനൊരു അർത്ഥം വന്ന പോലെ. ഉണ്ണാൻ വരില്ലേ? നോക്കട്ടെ, ചിലപ്പോൾ ഉച്ച സമയത്ത് നല്ല ഓട്ടം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ വഴിയിൽ നിന്ന് ചായയോ എന്തെങ്കിലും കുടിച്ചു. ചായ ഒന്നും കുടിക്കണ്ട, ചോറ് മേടിച്ച് കഴിക്കണ്ട. ഇവിടെ നിന്ന് വിശന്നിരിക്കാൻ പറ്റില്ല. ഓ എൻ്റെ തങ്ക, എനിക്കിപ്പോൾ വിശപ്പൊന്നും ഇല്ലടി. നീ സന്തോഷം. ആ അടിയാ ഒരു നിമിഷം. മോളാ അതെ, ഞാനടിയിൽ നിന്ന് ഒരുപാട് പൈസകൾ തന്നു തീർക്കാനുണ്ടേ. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് എനിക്ക് തരാൻ പറ്റില്ല. ഇച്ചിരി സാവകാശം വേണം. ഇത് കടത്തിൻ്റെ ഇത് കുറച്ച് ഏയ് അത് വേണ്ടല്ലേ. കടം എന്തായാലും കടം തന്നെയാണല്ലോ. സാരല്ലടാ, ഇരിക്കട്ടെ. നീ ഏയ് അത് വേണ്ട, അത് വേണ്ട. അല്ലേ ഇത് പിടിക്ക്. കടത്തിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരവും കുറയും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വഴക്കുറഞ്ഞാണ്. ഏയ് അതൊന്നുമല്ല, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. എടാ അത് കാര്യമാക്കട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ചുമ്മാ നിന്നെ ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും പൈസ ഒന്നും വേണ്ട. ഇല്ലളിയാ, നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. അവളെ കണ്ണു നിറയാൻ നോക്കിയാൽ മതി. എനിക്കത് മതി. കടം എന്നാലും അത് കടമായിട്ട് നിൽക്കും. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ആളെ ഇത് പിടിക്ക്. അതെ, സത്യം പറഞ്ഞ അളിയനെ പോലെ ഒരു അളിയനെ കിട്ടിയത് ഭാഗ്യമൊന്നുമല്ല. ഇറങ്ങട്ടെ. ഇതങ്ങ് വറുത്ത് കൊടുത്ത പ്ലീറ്റ് ഒരു കാലം ചോറങ്ങ് തിന്നും. 1 മണിയാകുമ്പത്തേനും വരും. വേഗം പണി കഴിക്കണം. പാവം. എന്ത് വേണ്ടി നോക്കണേ? അവിടെ ക്ലീറ്റോ ചേട്ടൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെവിടെ പോയി? അതല്ലേ തിരിച്ചു വെച്ചേക്കണേ. അതാണോ തിരിച്ചു വെച്ചേക്കണത്? ഞാൻ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഫോട്ടോ എവിടെ പോയി. അത് അങ്ങനെ വെച്ചേക്കണത്? ഇന്ന് രാവിലത്തെ പണിയത്. അപ്പൊ പാർട്ടിയൊക്കെ വിടുകയല്ലേ ക്ലീറ്റോ. അപ്പൊ ഇനിയിപ്പൊ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ചെന്ന് തിരിച്ചു വെച്ചതാ. അപ്പൊ പാർട്ടിയും വിട്ടാ? അതെ, പിന്നെ എങ്ങനെയാ ഇപ്പൊ ജോലിക്ക് പോയേക്കണേ? ഇനി അങ്ങോട്ടൊന്നും ക്ലീറ്റോ തിരിച്ചു പോവില്ല. എന്റെ പൊന്നോ, ഓരോ മനുഷ്യരുടെ ഒരു മാറ്റവേ. ഓ, ഇതിപ്പോ അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. എനിക്കറിയാം എന്റെ ക്ലീറ്റോ എന്നാണെങ്കിലും ഈ നിലയിൽ എത്തും എന്നുള്ളത്. ഓ, എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റമായി പോയല്ലോ നാത്തൂനെ. ആരും കണ്ണു വെക്കല്ലേ എന്റെ പൊന്നു മോളെ. പിന്നെ ഇനി കണ്ണു വെക്കാനോട്ട് ഇപ്പൊ എന്തായിരിക്കണത്? പിന്നെ അല്ല. ഓ, ഇപ്പൊ എന്താ തീരുമാനിച്ചേക്കണെന്ന് അറിയാവോ? കടപ്പ തന്നെ തീരുമല്ലോ ഞങ്ങളുടെ. ക്ലീറ്റോ ഞാൻ ജോലി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കടം തീരും. അപ്പൊ ഇന്നത്തോണ്ട് 6000 രൂപയുടെ കടം തീർന്നു. ഇന്ന് 6000 രൂപയുടെ കടം കിട്ടിയാ? ഈ 2 ദിവസമായിട്ട് കുറേശ്ശെ പൈസ കൊടുത്ത് ഇന്ന് 6000 രൂപയുടെ കടം തീർന്നെന്ന്. അപ്പൊ കുറച്ച് കടം കൂടി ഉണ്ട്. അതും കൂടി തീർത്തിട്ട് ഞങ്ങളൊരു വണ്ടി മേടിക്കും. അതെന്തായാലും നന്നായി. എന്നുവെച്ചാ വാടക കൊടുക്കണ്ടല്ലോ. ഇപ്പൊ വാടകയ്ക്ക് എടുത്തല്ലേ ഓടണത്. അങ്ങനെ വണ്ടി മേടിച്ച് ഇവിടുന്ന് മാറി ഒരു വീടും ഒക്കെ വെച്ച് താമസിക്കണം. ഇവിടുന്ന് മാറാനൊന്നും നിക്കണ്ട. ഇവിടുന്ന് മാറാതെ എങ്ങനെയാ? ആ മനുഷ്യനെ കാണുമ്പോ ചീത്ത വിളിക്കല്ലേ. പിന്നെ ഇവിടുന്ന് മാറിയ പിന്നെ എനിക്ക് കൂട്ടില്ല. നിനക്ക് നിന്റെ കൂട്ടിന് വേണ്ടിട്ട് കനകന്റെ വായിരിക്കണ കേൾക്കണ എന്തിനാ ഞങ്ങള്? നാത്തൂന് എന്താന്നറിയോ ഏട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് രാവിലെ? പീറ്റോ ചേട്ടൻ നന്നായെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ പറഞ്ഞല്ലോ പീറ്റോ നന്നായിന്ന്. ചേച്ചിയെ, ഓ ആരെങ്ങുവാ ഇവിടെ? ചേച്ചി അപ്പൊ പൈസയുടെ കാര്യം പൈസ വെച്ചിട്ടുണ്ടേ. നിർത്തേണ്ടി വരും. ആലമാരുടെ മുകളിലൊരു ചെക്ക് തന്നിട്ടുണ്ടോ? എന്തോ ചെക്ക് തന്നിട്ടുണ്ടോ? പറഞ്ഞായിരുന്നു. മീൻ കണ്ടി. അയ്യോ, എന്നാലും ക്ലീറ്റോ ചേട്ടാ ഇത്രയും പെട്ടെന്ന് ഈ കടം തീർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 2000 ആണോ?
കൊടുത്തേക്ക്. അപ്പൊ കടം തീർന്നേ. ഓക്കെ. ശരി ശരി. ഈ ചെക്ക് എന്തിനുള്ളതാ തന്നെ? അത് പൈസ മേടിച്ചപ്പോഴത്തേനും ക്ലീറ്റോ ഒപ്പിട്ട് കൊടുത്തതാറ്റാ. ഇത് അവിടെ തന്നെ വെച്ചേക്കട്ടെ. ഓ